ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ബാക്ക്. മാർക്കറ്റ് റണ്ണിംഗ് ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളൊരു സോണാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിരുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലൊക്കെ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഒന്ന് താഴെ വന്നിട്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് റിവേഴ്സിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ കോൾ സൈഡൊക്കെ എൻട്രിയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതല്ല, ഇനി മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിലൊക്കെ പോയി ഈ ഒരു മുകളിലത്തെ ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് ഒരു റിവേഴ്സിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പുട്ട് സൈഡിൽ നമ്മൾ എൻട്രി നോക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഓക്കെ, നമുക്കിവിടെ ഈ ഒരു സോൺ നോക്കിയാൽ മനസ്സിലാവും. ഇവിടുന്ന് അതേപോലെ ഈ ഒരു റേഞ്ചിൽ നിന്നൊക്കെ ഫാൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു റേഞ്ചിൽ നിന്ന് നല്ല ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് സോണിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് പ്ലാൻ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, മാർക്കറ്റ് മൂവ് ചെയ്യട്ടെ. ലൈവ് ട്രേഡ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം ഓൾമോസ്റ്റ് 10:30 ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നമുക്ക് മോർണിംഗ് ഒരു ചെറിയ മൂവ്മെൻറ്റ് തന്നു. അതിനുശേഷം മാർക്കറ്റ് നമ്മൾ ഡ്രോ ചെയ്ത് ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൽ നിന്ന് ഒരു റിവേഴ്സൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഈ ഒരു ചെറിയൊരു ലെവലും കൂടി ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് എൻട്രി നോക്കും. ഓക്കെ, നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. ആ ഒരു 5 മിനിറ്റ് ക്യാൻഡിലൂടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൻ്റെ ഒക്കെ താഴെയായിട്ട് ഒരു 20 to 30 പോയിൻറ്റ്സ് റേഞ്ചിലാണ് നമ്മൾ SL ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ട്രേഡ് എങ്ങനെ മൂവ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ എൻട്രിയിലൂടെ SL ബുക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് നമ്മൾ ഇവിടുന്ന് ഉദ്ദേശിച്ചത് ഒരു ചെറിയൊരു അപ്സൈഡ് മൊമെൻ്റ് ആയിരുന്നു. അത് കിട്ടിയിട്ടില്ല. മാർക്കറ്റ് ചെറിയ രീതിയിൽ റിവേഴ്സലായപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നോക്കാം. നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ട്രേഡ് നമ്മൾ എടുത്തതിൻ്റെ ലോജിക്ക് നമുക്ക് ഈ ഒരു ലെവലൊരു ഡിമാൻഡ് സോൺ ആണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടുന്ന് മാർക്കറ്റ് ഫാൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതുപോലെ റിവേഴ്സൽ കാണിച്ചു. എഗൈൻ ഇവിടെ ഫാൾ ചെയ്തു, നല്ല രീതിയിൽ റിവേഴ്സൽ കാണിച്ചു. ഈ ഒരു മൊമെൻറ്റത്തിലായിരുന്നു നമ്മൾ കഴിഞ്ഞൊരു ട്രേഡ് ഉണ്ടായിരുന്നത്, കഴിഞ്ഞ ദിവസത്തെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സെയിം മൊമെൻറ്റാണ് നമ്മൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ നമുക്ക് ചെറിയൊരു മൊമെൻറ്റിന് ശേഷം മാർക്കറ്റ് റിവേഴ്സൽ ആവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വന്നപ്പോൾ നമ്മൾ SL ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട്. നോ ഇഷ്യൂ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് എഗൈൻ ട്രേഡ് എടുക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ ആ ഒരു സെയിം എൻട്രി ഒരു പ്രാവശ്യം കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. SL നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്യാൻറ്റീൻ്റെ ലോയിലാണ്. ഓക്കെ, എഗൈൻ നമ്മളൊരു മൊമെൻറ്റം തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് നമ്മളൊരു ഇന്നുണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈ വരെ മാർക്കറ്റ് വരും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എഗൈൻ റിവേഴ്സൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ SL ബുക്ക് ചെയ്തിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചെറിയൊരു മൊമെൻറ്റം കറൻലി ക്യാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റത്തെ ട്രേഡ് ഓൾമോസ്റ്റ് ലോസിലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചത് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇത് ബ്രേക്ക് ചെയ്യും തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, കുറച്ചും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ്സിൽ ഇത് ചെറിയൊരു സോണാണ്, ഒരു സെല്ലേഴ്സ് ആക്റ്റീവായ ഒരു സോണാണിത്. ഓക്കെ, ഇത് കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ 5 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയി. പക്ഷേ ഒരു പ്രൈസ് റിജക്ഷനോട് കൂടിയിട്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, മേ ബി നമ്മൾ SL അഗെയിൻ ഹിറ്റ് ആയേക്കാം. കാരണം ചെറിയൊരു മൂവ്മെൻറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ പ്രീമിയത്തിൽ നല്ല രീതിയിൽ DK വരുന്നുണ്ട്. ഓക്കെ, നമ്മളെ പൊസിഷൻസൊക്കെ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. നെറ്റ് നമ്മളൊരു 4000 എബവ് റേഞ്ചിൽ ലോസിലാണുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എൻട്രി ഉണ്ടായിരുന്നത് 5 മിനിറ്റ്സിൽ നോക്കുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ ഫസ്റ്റ് എൻട്രി എടുത്തത്. ഓക്കെ, ആ ഒരു എൻട്രി നമ്മൾ എടുക്കാനുള്ള ഒരു കാരണം മാർക്കറ്റ് മോർണിംഗിൽ നമുക്ക് ഈ ഒരു സോൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തൊരു സോണായിരുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റി മോർണിംഗ് ആ ഒരു സോണിൽ തന്നെ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് നല്ലൊരു അപ്പ് മൂവ് നമുക്ക് തന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് എഗൈൻ ഈ ഒരു 2-3 ക്യാൻഡിൽ നമുക്ക് ഈ ക്യാൻഡിൽസ് ഒരു റിവേഴ്സൽ കൺഫർമേഷൻ ആയിരുന്നു ആ ഒരു സമയത്ത്. ഓക്കെ, അങ്ങനെ നമ്മളത് ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുത്തു. പക്ഷേ നമ്മൾ എഗൈൻ ഒരു റിവേഴ്സൽ കണ്ടപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറുകയാണ് ചെയ്തത്. ആൻഡ് എഗൈൻ നമ്മൾ പിന്നെ ആ ഒരു സെയിം എൻട്രി തന്നെ ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഇതൊരു നോർമൽ ടൈപ്പ് ബ്രേക്ക് ഔട്ട് എൻട്രിയാണ്. പക്ഷേ ചെറിയൊരു പ്രൈസ് റിജക്ഷൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു 2 ക്യാൻഡിൽ ഒന്ന് റിവേഴ്സൽ ആയപ്പോൾ തന്നെ പ്രീമിയത്തിൽ നല്ല രീതിയിൽ ഒരു DK സംഭവിച്ചു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർമൽ എടുക്കുന്ന ഒരു ലോസ് ആയതുകൊണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറുകയാണ് ചെയ്തത്. അതിനുശേഷം എഗൈൻ നല്ല രീതിയിൽ മാർക്കറ്റ് നല്ലൊരു മൊമെൻറ്റം, ഈ ഒരു മൊമെൻറ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത് നല്ല രീതിയിൽ ഇവിടെ വർക്ക് ചെയ്തു. നമ്മൾ അനാലിസിസ് വർക്ക് ചെയ്തു. പക്ഷേ നമ്മളെ SL നമ്മൾ പോക്കറ്റ് സൈസിലുള്ള SL ആയതുകൊണ്ട് നമ്മളത് എടുത്ത് മാറുകയാണ് ചെയ്തത്. ഓക്കെ, SL നമ്മൾ ലോജിക്കലി തന്നെയാണ് വെച്ചത്. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ തന്നെയാണ് വെച്ചത്. പക്ഷേ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഓൾമോസ്റ്റ് ആ ഒരു ക്യാൻഡിലിൻ്റെ താഴെ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുണ്ടായ ഇതൊരു സെല്ലേഴ്സിൻ്റെ ഒരു സോണും കൂടിയാണ് ഈ ഒരു സോൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു സോണിൽ നിന്നുണ്ടായ അതുപോലെ ഒരു മേ ബി ഒരു പുൾ ബാക്ക് ആയി വന്നേക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ SL ബുക്ക് ചെയ്തിട്ട് മാറിയത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നമുക്ക് നല്ലൊരു കൺവിക്ഷൻ ഉള്ള ക്യാൻഡിലാണ്. കാരണം പ്രീവിയസ് ആയിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ ഇതൊരു നോർമൽ ടൈപ്പ് ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസിനെ കാട്ടി മുകളിലാണ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത്.
നമുക്ക് അവിടെ അഗൈൻ എൻട്രി എടുക്കായിരുന്നു, പക്ഷേ നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് ഈ ഒരു മൊമെൻറ്റം കിട്ടിയ ഓൾമോസ്റ്റ് ഒരു 100 പോയിൻറ്റ്സ് അബോവ് ഈ ഒരു മൊമെൻറ്റ് നമുക്ക് പ്രീമിയത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോസ് ഒക്കെ റിക്കവർ ആയിരുന്നു, പക്ഷേ നമ്മൾ എടുത്തിട്ടില്ല. കാരണം നമുക്ക് ലോസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഫസ്റ്റത്തെ 2 എൻട്രീസിൽ നമുക്ക് ലോസ് വന്നു കഴിഞ്ഞു. ഓക്കെ, നമ്മളൊരു എൻട്രി എടുത്തതിന് ശേഷം അത് വർക്ക് ആവാനും ഫെയിൽ ആവാനും ഈക്വലി ചാൻസ് ഉണ്ട്. അതും കൂടെ റിവേഴ്സ് ആയാലും എന്താവും, നമ്മൾ ലോസ് അഗൈൻ വലുതാവും. ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളെ സൈക്കോളജി അഗൈൻ ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് പൊസിഷൻസ് ഒന്നും എടുത്തില്ല. അപ്പോൾ എന്തായാലും മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് മൂവ് ചെയ്യട്ടെ. ഇനി നമ്മൾ വേറെ എൻട്രീസ് ഒന്നും എടുക്കുന്നില്ല. നെറ്റ് നമ്മളൊരു 4000 എബോവ് നമ്മൾ ലോസിലാണുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, വേറെ സെഷനിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളും ഇതുപോലത്തെ മൊമെൻറ്റംസ് ഒക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ടോ, അതുപോലെ നിങ്ങളുടെ ട്രെയിനിങ് സെറ്റപ്പ് എന്താണെന്നൊക്കെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, വേറെ സെഷനിൽ കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.